നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷങ്ങൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഫാറ്റ് സോലുബിൾ ടോക്സിൻസ് എന്നും രണ്ട് വാട്ടർ സോലുബിൾ ടോക്സിൻസ് എന്നും തരംതിരിക്കാവുന്നതാണ്. വാട്ടർ സോലുബിൾ ടോക്സിൻസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വിഷങ്ങളാണ്. ഇത്തരം വിഷപദാർത്ഥങ്ങൾ സാധാരണയായി നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയും പാനീയങ്ങളിലൂടെയും മറ്റുമാണ് ശരീരത്തിൽ കടന്നുകൂടാറുള്ളത്. ഇത് പലപ്പോഴും ഭക്ഷണത്തിന് നിറം നൽകാൻ വേണ്ടിയും രുചി, മണം പോലുള്ള കാര്യങ്ങളൊക്കെ നൽകുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളായിട്ടാണ് സാധാരണ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. വെള്ളത്തിൽ ലയിക്കുന്ന വിഷങ്ങൾ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് എത്തുകയും അത് പിന്നെ കോശങ്ങളിലേക്കും മറ്റും എത്തപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത്തരം വിഷങ്ങൾ ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ നാം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളതാണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിഷങ്ങൾ. ഇവയാണ് വെള്ളത്തിൽ ലയിക്കുന്ന വിഷങ്ങളെക്കാൾ അപകടകാരികൾ. ഇത് ശേഖരിക്കപ്പെടുന്നതും കൊഴുപ്പുകളിൽ തന്നെയാണ്. ഇത്തരം വിഷങ്ങൾ ശരീരത്തിലേക്ക് പ്ലാസ്റ്റിക്കുകളിലൂടെയും പെസ്റ്റിസൈഡ്സ്, പെർഫ്യൂംസ്, പ്രിസർവേറ്റീവ്സ് എന്നിവകളിലൂടെയൊക്കെയാണ് ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഫാറ്റ് സോലുബിൾ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈസിയായി തന്നെ പുറത്തു വരണം എന്നില്ല. ലിവർ, ഗോൾ ബ്ലാഡർ, ലിംഫാറ്റിക് സിസ്റ്റം എന്നിവയിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള വിഷങ്ങൾ അടിഞ്ഞുകൂടാറുള്ളത്.